ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ എങ്ങോട്ടാണ് പോകണമെന്നല്ലേ, നാട്ടിൽ നിന്ന് ഇവിടെ എത്തിയിട്ട് 3 ദിവസം പുറത്തുനിന്ന് ഫുഡ് കഴിക്കലായിരുന്നു കേട്ടോ. മത്തിയായി. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പോകാൻ കേട്ടോ, കുക്കിങ്ങിനുള്ളത്. അപ്പോൾ നമ്മുടെ WDC മാളിനകത്തുള്ള ലുലു തന്നെയാണ് പോകുന്നത്. ഒരു വട്ടം ഞാൻ ഈ മാളിൽ പർച്ചേസ് ചെയ്ത വീഡിയോ ഇട്ടതാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ നാട്ടിലൊക്കെ പോയിട്ട് വന്നതല്ലേ, ഇപ്പോൾ ആദ്യത്തെ പർച്ചേസിങ് വീഡിയോ ഇരുന്നോട്ടേ വേണ്ടി ഇട്ടതാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഇവിടുത്തെ കുറച്ച് സാധനങ്ങളുടെ പ്രൈസ് ഞാൻ വീഡിയോക്കകത്ത് പകർത്തിയിട്ടുണ്ടോ, അത് നാട്ടിലെ പ്രൈസുമായിട്ട് കമ്പയർ ചെയ്ത് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോക്കകത്ത് പോകാം കേട്ടോ. അങ്ങനെ നമ്മുടെ വേൾഡ് ട്രേഡ് സെൻറ്റർ മാളിനകത്താണ് നമ്മുടെ ലുലു ഉള്ളത്. നല്ല വലിയ മാളാണ് കേട്ടോ അത്, വേൾഡ് ട്രേഡ് സെൻറ്റർ മാൾ. ഇതിനകത്ത് തന്നെയാണ് കിച്ചോൻ്റെ ഓഫീസ് ഉള്ളത്. പിന്നെ ഞാൻ പോയി കുറച്ച് നേരം അവിടെ നിൽക്കുമ്പോഴേക്കും കിച്ചോട്ടൻ വന്നു കേട്ടോ. അധികം സാധനങ്ങളൊന്നും നമ്മുടെ കേടായി പോയിട്ടില്ല. നമ്മൾ 1.5 മാസമല്ലേ വിട്ടിരുന്നിട്ടുള്ളൂ. അപ്പോൾ കുറച്ച് പച്ചക്കറികളും ഫ്രൂട്ട്സും കുറച്ച് അത്യാവശ്യ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പോകാം കേട്ടോ ഞങ്ങൾ. കിച്ചോട്ടൻ വന്നു. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയിട്ടുണ്ടായിരുന്നു. വേഗം തന്നെ ലുലുവിലോട്ടാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. എപ്പോഴും പോലെ തന്നെ ഞങ്ങൾ ആദ്യം പോകാറുള്ളത് ഫ്രൂട്ട്സിൻ്റെ സെക്ഷനിലേക്കായിരുന്നു കേട്ടോ. അതും അവക്കാഡോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം പോകാറ്. നല്ല ഹെൽത്തി ആൻഡ് റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ടല്ലേ ഇത്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലല്ലേ കൂടുതൽ കിട്ടാറ്. പക്ഷേ ഞെക്കി പഴുപ്പിക്കേണ്ട അവസ്ഥയുണ്ട്, അത് പഴുത്തിട്ടില്ല. പിന്നെ ഞങ്ങൾ നേരെ അത് വിട്ടിട്ട് ഓറഞ്ച് എടുക്കാൻ വേണ്ടി പോയി. ഓറഞ്ചിൻ്റെ ഒന്നും പ്രൈസ് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഞാൻ പറ്റുന്ന സ്ഥലങ്ങളിലേക്ക് പ്രൈസ് എടുത്തിട്ടുണ്ട്, ഞങ്ങൾക്ക് കാണിച്ചു തരാം. തിരക്കുള്ളവിടെയൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. ഓറഞ്ചിൻ്റെ എടുക്കാൻ പറ്റിയില്ല, ഞങ്ങൾ ഓറഞ്ച് എടുത്തു കേട്ടോ കുറച്ച്. പിന്നെ നേരെ പോയത് മല്ലിത്തഴ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. മല്ലിത്തഴയുടെ പ്രൈസ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ ഇവിടുത്തെ 1 രൂപ എന്ന് പറയുമ്പോൾ നാട്ടിൽ 23 രൂപയാണ്. അങ്ങനെ 1 രൂപയാണ് കേട്ടോ ഇവിടെ മല്ലിത്തഴയുടെ വില. അതായത് നാട്ടിലെ ഇത് ഞങ്ങളെടുത്ത ഈ മല്ലിത്തഴ 23 രൂപ കൊടുക്കണം കേട്ടോ നാട്ടിൽ. ഇവിടെ 1 dirhams ആണ്. പിന്നെ അതുപോലെ തന്നെയാണ് കേട്ടോ നമ്മുടെ കറിവേപ്പിലയും. ഒരു പാക്കറ്റിലുള്ള ഈ കറിവേപ്പില 1 dirhams ആണ് കേട്ടോ. നാട്ടിൽ 23 രൂപ വരും. ഏകദേശം ഇലകളൊക്കെ 1 dirhams ഇവിടെ ഉള്ളൂ കേട്ടോ. മല്ലിത്തഴയും കറിവേപ്പിലയും പുതിനയൊക്കെ. ചീരയും മുരിങ്ങയൊക്കെ കൂടും കേട്ടോ. പിന്നെ നേരെ വന്നത് മാങ്ങ എടുക്കാനാണ്. നല്ല കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ട് എടുത്തതായിരുന്നു. പക്ഷേ വീട്ടിൽ വന്ന് മുറിച്ചപ്പോൾ നല്ല പുളിപ്പായിരുന്നു കേട്ടോ. എന്തോ ഭാഗ്യം കൊണ്ട് 3 പീസ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ നാരങ്ങ എടുത്തു അതുപോലെ 3 പീസ്. എല്ലാം 3 പീസ് വെച്ചിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ മാതളം കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു 3 പീസ്. ഇതിൻ്റെ ഒന്നും എനിക്ക് പ്രൈസ് എടുക്കാൻ പറ്റിയില്ല. വേറെ കുറച്ച് സാധനത്തിൻ്റെയൊക്കെ ഞാൻ പ്രൈസ് കാണിച്ചു തരാം കേട്ടോ. ഇവിടെയൊക്കെ തിരക്കുണ്ടായിരുന്നു, അതുകൊണ്ടാണ്. പിന്നെ നേരെ വന്നത് വലിയുള്ളി എടുക്കാനാണ് കേട്ടോ. വലിയുള്ളി ഒരു കെട്ടാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതുപോലെ കെട്ടായിട്ടും ഉണ്ടാകും, നോർമലായിട്ടും ഉണ്ടാകും. നമ്മൾ കെട്ടാണ് എപ്പോഴും എടുക്കാറ്. പിന്നെ അത് കഴിഞ്ഞിട്ട് വെളുത്തുള്ളി എടുക്കാൻ വേണ്ടി വന്നു കേട്ടോ. ഇതൊന്നൊരു 3 പീസ് എടുത്തു. കൂടുതലെടുത്താൽ അതൊരു പച്ച കളർ ഒരു മുള വരില്ലേ, അത് കാരണം ഞങ്ങൾ 3 പീസ് എടുക്കാറുള്ളൂ കേട്ടോ. ഞങ്ങൾ 2 പേരല്ലേ ഉള്ളൂ, അപ്പോൾ കുറച്ചൊക്കെ എടുക്കാറുള്ളൂ. പിന്നെ നേരെ വന്നത് കിഴങ്ങ് എടുക്കാനാണ്. കിഴങ്ങ് വിട്ട് കളിയില്ല ഗൈസ്. കുട്ടികളാണെങ്കിലും വലിയവരാണെങ്കിലും കിഴങ്ങ് ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റ് അടിക്കണേ. കിഴങ്ങിൻ്റെ വില കാണിച്ചു തരാം കേട്ടോ. ഞാൻ കണ്ടോ 4 dirhams കിഴങ്ങ് എന്ന് പറയുമ്പോൾ നാട്ടിൽ ഏകദേശം ഒരു 100 രൂപയുടെ അടുത്ത് വരും കേട്ടോ 1 കിലോ ഉരുളക്കിഴങ്ങ്. ഇവിടെ 4 രൂപ, നാട്ടിൽ 100 രൂപ വരും കേട്ടോ 1 കിലോ ഉരുളക്കിഴങ്ങിൻ്റെ വില. പിന്നെ നേരെ വന്നത് തേങ്ങ എടുക്കാനുണ്ടോ. തേങ്ങ 2 dirhams ആണ് ഇവിടുത്തെ. ഇവിടെ 2 രൂപ, നാട്ടിൽ ഏകദേശം ഒരു 60 രൂപയാണ് കേട്ടോ ഒരു തേങ്ങയുടെ വില. പിന്നെ നേരെ വന്നത് കുറച്ച് പച്ചക്കറി എടുക്കാനാണ്. പച്ചക്കറിയിൽ വെണ്ടയ്ക്ക, കയ്പ്പയ്ക്ക, പയർ, ഇത് 3 കേട്ടോ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത്. കയ്പ്പയ്ക്ക 11 രൂപ വരും കേട്ടോ. 11 രൂപ പറയുമ്പോൾ ഏകദേശം ഒരു 240 രൂപയുടെ അടുത്ത് വരുന്നുണ്ട് കേട്ടോ കയ്പ്പയ്ക്കയുടെ വില. 1 കിലോ കയ്പ്പയ്ക്കയുടെ വില ഇവിടുത്തെ റേറ്റ്. നാട്ടിലെ റേറ്റ് 240, ഇവിടെ 11 രൂപ കേട്ടോ. പിന്നെ പയറെടുത്തു. അതൊക്കെ എടുത്തിട്ട് നേരെ വന്നത് വഴുതന എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. വഴുതനയുടെ റേറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. ഏകദേശം 6 രൂപ കേട്ടോ. 6 രൂപ പറയുമ്പോൾ ഏകദേശം ഒരു 140 രൂപ കേട്ടോ 1 കിലോ വൈതിരിങ്ങ. നാട്ടിലെ ഇവിടെ 6 രൂപ, നാട്ടിൽ 140 രൂപ. പിന്നെ നേരെ വന്നത് ബീട്രൂട്ട് എടുക്കാനുണ്ടോ. ബീട്രൂട്ടിൻ്റെ റേറ്റ് ഏകദേശം 6 dirhams കേട്ടോ. 6 dirhams പറയുമ്പോൾ അതുപോലെ തന്നെ 140 രൂപ തന്നെ, സെയിം 140 രൂപ വരുന്നുണ്ട് നാട്ടിൽ. പിന്നെ ഒരു കുമ്പളം കൂടി എടുത്തു കേട്ടോ. അതിൻ്റെ വില 4 രൂപയാണ്. ഇവിടുത്തെ 4 രൂപ. 4 രൂപ പറയുമ്പോൾ നാട്ടിൽ ഏകദേശം 100 രൂപയുടെ അടുത്ത് വരുന്നുണ്ട് കേട്ടോ 1 കിലോ കുമ്പളങ്ങയുടെ റേറ്റ്. പിന്നെ നേരെ വന്നത് പച്ചമുളക് എടുക്കാനാണ് കേട്ടോ. പച്ചമുളകിൻ്റെ റൈസ് വില 10 dirhams കേട്ടോ. 10 dirhams പറയുമ്പോൾ നാട്ടിൽ ഏകദേശം ഒരു 230 രൂപയുടെ റേറ്റ് ഉണ്ട് കേട്ടോ 1 കിലോ പച്ചമുളക്. അതൊക്കെ വിട്ടിട്ട് ഞങ്ങൾ നേരെ ഈ സെഷനിലേക്ക് വന്നു കേട്ടോ മാവ് എടുക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങളെപ്പോഴും ആശീർവാദും അന്നപൂർണ്ണ ഇതാണ് കേട്ടോ മാറ്റി മാറ്റി എടുക്കാറ്. പിന്നെ ഒരു വട്ടം ചക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ നേരെ ആശീർവാദം അന്നപൂർണ്ണി വിട്ടിട്ട് ഇപ്രാവശ്യം ചക്കി എടുത്തു കേട്ടോ. ചക്കി നല്ല മാവാണ്. അധികം ഒരു വൈറ്റ് കളർ ഉണ്ടാവില്ല കേട്ടോ ചപ്പാത്തി, ഒരു ബ്രൗണിഷ് കളറായിരുന്നു. അധികം മായൊന്നും കലർത്താതെ നല്ല അടിപൊളി മാവാണ് കേട്ടോ ചക്കി. അന്നപൂർണ്ണ ആശീർവാദമൊക്കെ ഒരു വൈറ്റ് കളറായിട്ട് കിട്ടും ചപ്പാത്തി, ഇതൊരു ബ്രൗൺ കളറായിട്ട് കേട്ടോ.
ഞങ്ങൾക്ക് ഇഷ്ടമാണ്. അപ്പോൾ ചക്കിമാവ് തന്നെ എടുത്തു. പിന്നെ ഒരു അരിയും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, പാലക്കാടൻ മട്ടയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതൊക്കെ കഴിഞ്ഞിട്ട് പാലെടുക്കാൻ വന്നപ്പോൾ കിച്ചോട്ടെ നിനക്ക് ഒട്ടകത്തിൻ്റെ പാല് വാങ്ങിച്ചു തരാൻ വേണ്ടി കളിയൊക്കെ ആയിരുന്നു കേട്ടോ കേസ് അവിടെ നിന്നിട്ട്. അതുണ്ട് കേട്ടോ അവിടെ. പക്ഷേ ഞങ്ങൾ നേരെ പശു പാല് തന്നെയാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. 1/2 ലിറ്റർ പാലാണ് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത്. 1/2 ലിറ്റർ പാൽ ഏകദേശം ഒരു 80 രൂപ വരും കേട്ടോ. 3 ദറംസാണ് ഇവിടെ, ഏകദേശം നാട്ടിൽ 80 രൂപയുടെ അടുത്ത് വരും. പിന്നെ ഒരു തൈരും കൂടി എടുത്തു കേട്ടോ. തൈര് ഞങ്ങൾ എപ്പോഴും വലിയൊരു ബക്കറ്റ് പോലത്തെ ടൈപ്പാണ് എടുക്കാറുള്ളത്. അത് കൂടുതൽ കുറേ കാലം നിൽക്കുമല്ലോ, അപ്പോൾ അത് കൊടുത്തു കേട്ടോ. പാലും തൈരും കൂടി എടുത്തിട്ട് നേരെ വന്നിട്ടുണ്ടായിരുന്നത് പനീർ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അത് വെച്ചിട്ടില്ല, എനിക്ക് ആ വെക്കണം എന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാരണം എടുക്കാൻ വേണ്ടി വന്നതാണ്. ഇപ്പോൾ കബീറിൻ്റെ പനീർ നല്ലതാണ് വേണ്ടി കുറേ നേരം ഞങ്ങൾ അവിടെ നോക്കുമ്പോഴേക്കും പിന്നെ നമുക്ക് അമുല്യ പനീർ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതെടുത്തിട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ട് വെക്കാൻ പോവുകയാണേ. എനിക്കെന്തോ അത് കഴിക്കാൻ, എനിക്കത് ആദ്യം ഇഷ്ടമല്ല, പക്ഷെ എനിക്കിപ്പോൾ കഴിക്കാനൊരു തോന്നൽ കേട്ടോ. അപ്പോൾ പിന്നെ അത് എടുക്കാൻ നിന്നു. അതും കൂടി എടുത്തിട്ട് നേരെ പോയത് ചിക്കൻ നക്കറ്റ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇവിടെ വന്നാൽ ചിക്കൻ നക്കറ്റ്സ് വിട്ടൊരു കളിയില്ല ഗേസ്. പിന്നെ നാട്ടിലൊക്കെ അത് അധികം കിട്ടില്ലല്ലോ, നമുക്കൊക്കെ അത്യാവശ്യം വേണമെങ്കിൽ ലുലുവിലൊക്കെ പോകേണ്ട ഇത് എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെയൊക്കെ അത് സ്വാഭാവികമല്ലേ. അപ്പോൾ ഇവിടെ വന്നത് തന്നെ ഞാൻ കുറേ കളി കഴിച്ചിട്ട് വേണ്ട വേഗം ഒരു ചിക്കൻ നക്കറ്റ്സ് എടുത്തിട്ടോ. നമുക്ക് ഈവനിങ് സ്നാക്സ് ആയിട്ടൊക്കെ ഇത് കഴിക്കാൻ പറ്റുമല്ലോ, നല്ല അടിപൊളിയല്ലേ. അപ്പോൾ ഞാനൊരു ചിക്കൻ നക്കറ്റ്സും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നിട്ടുണ്ടായിരുന്നത് ഒരു ഐസ്ക്രീം എടുക്കാനാണ്. അതായത് എനിക്ക് ചിക്കു ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ ഐസ്ക്രീം അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഐസ്ക്രീമും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, സപ്പോർട്ടയുടെ. അതെടുത്തിട്ട് പിന്നെ വന്നിട്ടുണ്ടായിരുന്നത് ഷാമ്പൂ എടുക്കാനുണ്ടോ. അതിൻ്റെ ഷാമ്പൂ നാട്ടിൽ മറന്നു വെച്ച കേസ്. അപ്പോൾ ഞാൻ എടുക്കാൻ വേണ്ടി ലോറിയൽ പാരീസിൻ്റെ ഷാമ്പൂം കണ്ടീഷണറാണ് കേട്ടോ അവിടെ എടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ നോക്കി എടുക്കുകയാണ്, കാരണം എൻ്റെ ഹെയർ ഓൾറെഡി ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞത് കാരണം ആഫ്റ്റർ ട്രീറ്റ്മെൻറ്റിൻ്റെ ഇത് ഷാമ്പൂ ആണ് എടുക്കാൻ വേണ്ടിയിട്ട്. ഇത് അങ്ങനത്തെ ഡാമേജ്ഡ് ആഫ്റ്റർ ട്രീറ്റ്മെൻറ്റിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഷാമ്പൂ ആണ് ലോറിയൽ പാരീസിൻ്റെ ഷാമ്പൂ കണ്ടീഷണറാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ഒരു ലിക്വിഡും കൂടെ എടുത്തേ. പിന്നെ നേരെ വന്നത് മീനിൻ്റെ സെക്ഷനിലേക്കാണ് കേട്ടോ. പക്ഷേ മീനൊന്നും എടുക്കാൻ നിന്നില്ല, ജസ്റ്റ് ഒന്ന് നോക്കിയുള്ളൂ. പച്ചക്കറിയൊക്കെ ഇഷ്ടംപോലെ വാങ്ങിയിട്ടുണ്ടല്ലോ, അപ്പോൾ എല്ലാം കൂടി എടുത്താൽ കേട് വരുമ്പോഴത്തെ ഞങ്ങൾ മീൻ എടുത്തില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വേഗം തിരിച്ച് വന്നിട്ട് നേരെ മുട്ട എടുക്കാനാണ് പോയിട്ടുണ്ടായിരുന്നത്. 6 പീസുള്ള മുട്ടയാണ് എടുക്കാൻ വിചാരിച്ചിട്ടോ. പിന്നെ ഇരുന്നോട്ടേന്ന് വേണ്ടി ഞങ്ങളൊരു 12 പീസിൻ്റെ മുട്ട തന്നെ എടുത്തു കേട്ടോ. എടുത്തെടുത്ത് ട്രോളി ഫുള്ളായിട്ടോ കേസ്. ഞാൻ എപ്പോൾ കിച്ചോട്ടെ എന്നെ പറയായിരുന്നു കേട്ടോ, നീ എപ്പോഴും ഒരു സാധനം ഇല്ല 2 സാധനം ഇല്ലെന്ന് പറഞ്ഞിട്ട് നിന്നെയും വിളിച്ച് ലുലുവിലോട്ട് വന്നാൽ ട്രോളി ഫുള്ളാവും കേട്ടോ. എപ്പോഴും ഉള്ള അവസ്ഥയാണിത്. നേരെ ട്രോളി ഫുള്ളായിട്ടുണ്ട്. എന്താ ചെയ്യുക, നമ്മൾ ഒന്നും ഇല്ലാതെ വിചാരിക്കും, പക്ഷെ അവിടെ പോകുമ്പോഴായിരിക്കില്ലേ നമ്മൾക്ക് അതില്ല ഇതില്ല എന്നൊക്കെ തോന്നാറ്. അങ്ങനെയൊക്കെ അല്ലേ ഇപ്പം പിള്ളേരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വാങ്ങാൻ പോകുമ്പോൾ നിങ്ങൾ അങ്ങനെയാണെന്ന് കമൻ്റ് അടിക്കണേ. പിന്നെ നേരെ വാങ്ങിയിട്ട് പിന്നെ നേരെ പോയത് മാവിൻ്റെ സെക്ഷനിലേക്കാണ്. മാവല്ല, ഇവിടെ മാവ് കിട്ടും, റെഡിമെയ്ഡ് ആയിട്ടുള്ള ചപ്പാത്തി, പൊറോട്ട, നൂലുപുട്ട് എല്ലാം കിട്ടുന്ന ഒരു സെക്ഷൻ കേട്ടോ. വട്ടപ്പം ഇതെല്ലാം കിട്ടുകയെ. അപ്പം ഞങ്ങൾ നേരെ ആപ്പം മാവാണ് എടുത്തത്. ഞങ്ങളുടെ സൈഡൊക്കെ ആപ്പം എന്നാണ് പറയുക, ഈ സൈഡിലൊക്കെ അപ്പം എന്ന് പറയും. ഓരോരുത്തരും ഓരോ രീതിയിൽ പറയും കേട്ടോ. അങ്ങനെ ഒരു നെല്ലറയുടെ ഒരു ആപ്പം മാവ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതും കഴിഞ്ഞൊരു ബെറിയുടെ സെക്ഷനിലേക്ക് പോയിട്ടോ. ബ്ലൂബെറി, ബ്ലാക്ക്ബെറി, സ്ട്രോബെറി, ഇവിടെ മൊത്തം ബെറിയുടെ സെക്ഷനാണ്. അവിടെ പോയിട്ട് ഞങ്ങൾ ഒരു ബ്ലൂബെറിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. എല്ലാ പ്രാവശ്യം വരുമ്പോൾ ഏതെങ്കിലും ഒരു ബെറി എടുക്കാറുണ്ട് കേട്ടോ. ഒന്നില്ലെങ്കിൽ ബ്ലാക്ക് ബെറി എടുക്കും, അല്ലെങ്കിൽ സ്ട്രോബെറി എടുക്കും. എല്ലാം എടുത്തിട്ട് ബില്ലിടാൻ വേണ്ടി പോയി നിൽക്കുക കേട്ടോ. കണ്ട ട്രോളി ഫുൾ, അതിന് സ്ഥലവും കൂടി ഇല്ല അതിൽ വെക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ബില്ലിൻ്റെ സെക്ഷനിലേക്ക് പോയിട്ട് ബില്ലിട്ടു കേട്ടോ. 2-3 സാധനം എടുക്കാൻ വേണ്ടി വന്നതായിരുന്നു, ട്രോളി ഫുള്ളായി. എന്താ ചെയ്യുക. പിന്നെ ചിലതെല്ലാം നാട്ടിൽ നിന്ന് 1.5 മാസം ഗ്യാപ്പായിരുന്നില്ല. പിന്നെ അത്യാവശ്യം സാധനങ്ങളൊക്കെ കേടും വന്നല്ലോ. അപ്പോൾ നമുക്ക് എന്തായാലും അരിയൊന്നും ഇല്ലായിരുന്നു. അരിയൊക്കെ വാങ്ങിയത് കൊണ്ടാണ് കേട്ടോ അത് കുറച്ച് ഫുള്ളായത്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ പോയി കുക്ക് ചെയ്യാനുള്ളൊരു സമയം ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇത് രാത്രി ആയിട്ടുണ്ടായിരുന്നു. രാത്രി 9 മണിയുടെ അടുത്തായിട്ടോ. പിന്നെ നേരെ ഞങ്ങൾ KFC വാങ്ങാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അവിടെ ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ. KFC ഒരു 4 പീസിന് 40 ദറംസിൻ്റെ അടുത്ത് അങ്ങനെയുള്ളൊരു ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ കൂടെ എല്ലാം കിട്ടും, ഫ്രഞ്ച് ഫ്രൈസും എല്ലാം കിട്ടും കേട്ടോ. ഒരു ഇത് കിട്ടും, ഏതാ നമുക്ക് ഇഷ്ടമുള്ള ജ്യൂസ് അവിടെ സെലക്ട് ചെയ്യുക. ഓറഞ്ച് ജ്യൂസാണ് ഞങ്ങൾ സെലക്ട് ചെയ്തത്, അതില്ല. പിന്നെ നമ്മൾ കോളയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ KFC വാങ്ങിയിട്ട് ഞങ്ങൾ നേരെ ലുലുവിന് ബായ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ റൂമിലേക്ക് വന്നു കേട്ടോ. ഇറങ്ങിയത് തന്നെ റൂമാണേ, നമ്മുടെ ഫ്ലാറ്റാണ് കേട്ടോ. അതായത് ഈ കാണുന്ന ബ്ലൂ ആണ് നമ്മുടെ ഫ്ലാറ്റ്. ഞങ്ങളുടെ 11ാമത്തെ ഫ്ലോറിലാണ് കേട്ടോ. പിന്നെ ലിഫ്റ്റ് പിടിച്ച് മേലെ പോകണം. അങ്ങനെ ലിഫ്റ്റ് പിടിച്ച് ഞങ്ങൾ മേലെ എത്തി കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ പർച്ചേസിങ് വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ കുറച്ച് സാധനങ്ങളുടെയൊക്കെ റേറ്റ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇവിടത്തെയും അവിടത്തെയും തമ്മിൽ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.